ഇനി നമ്മൾ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക് കടന്നു വരാറുള്ളത് യൂറോപ്പും പാശ്ചാത്യ നാടുകളുമാണ്. ഇന്ന് ശാസ്ത്രരംഗത്ത് ഒട്ടനവധി പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്ന ഈ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ പ്രാഥമിക കാലഘട്ടത്തിൽ ശാസ്ത്ര മുന്നേറ്റത്തിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് അതിൻ്റെതായ ഒരു മധ്യകാലഘട്ടമുണ്ട്. ശാസ്ത്രത്തെ ഏറ്റവും പ്രയാസകരമായ, ശാസ്ത്രം ആർക്കും വേണ്ടാതിരുന്ന, ശാസ്ത്രീയമായി ചിന്തിക്കുക എന്നത് പ്രയാസകരമായി ഭവിച്ചിരുന്ന ഒരു കാലഘട്ടം. ഗവേഷണങ്ങൾ നടത്താൻ ഇന്ന് നമുക്ക് എല്ലാ തലത്തിലും സഹായങ്ങൾ നൽകുവാനും മറ്റുമെല്ലാം യൂണിവേഴ്സിറ്റികളും കഴിവുകളും അതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. അതേസമയം ശാസ്ത്രം ഒരു തലവേദനയായിരുന്ന, എന്തെങ്കിലും ഗവേഷണം നടത്തിയാൽ പുറത്ത് പറയാൻ പോലും പാടില്ലാതിരുന്ന ഒരു കാലഘട്ടം. ആരും ഒന്നും ഈ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് സഹായിക്കാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം, അത് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിന്റെ ശാസ്ത്രരംഗത്തുള്ള നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ പരിശുദ്ധ ഖുർആൻ ഈ രംഗത്ത് ചെയ്തത് എന്ത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. യൂറോപ്പിന്റെ മധ്യകാലഘട്ടം നമുക്ക് യൂറോപ്പിന്റെ ഇരുണ്ട യുഗം എന്ന് അറിയപ്പെടുന്ന കാലഘട്ടമാണ്. തങ്ങൾ കണ്ടെത്തിയ വസ്തുതകൾ ഉറക്കെ പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം ശാസ്ത്രജ്ഞന്മാരെ പീഡിപ്പിച്ച ഇൻക്വിസിഷൻ കോടതികളുടെ നാടാണ് ഈ ഇരുണ്ട കാലഘട്ടത്തിലെ മധ്യകാലഘട്ടത്തിലെ യൂറോപ്പ് എന്ന് നാം മനസ്സിലാക്കണം. ഈ തങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാരണം മാത്രമേ അവർക്കുള്ളൂ. അവർ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ തങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ അതേപോലെ ഉറക്കെ പറഞ്ഞു എന്നുള്ള തെറ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ സൗരകേന്ദ്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച കോപ്പർനിക്കസ് AD 1548 ശക്തമായി വിമർശിക്കപ്പെട്ടു. കാരണം അന്നത്തെ സഭയുടെ വിശ്വാസം ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നാണ്. ഈ ഭൂമിയാകുന്ന പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റും ആണ് ബാക്കി എല്ലാ വസ്തുക്കളും ഉള്ളത് എന്ന് വിചാരിച്ചിരുന്ന, അങ്ങനെ സിദ്ധാന്തിച്ചിരുന്ന ടോളമിയുടെ പ്രപഞ്ച ചിത്രം സ്വന്തം സഭയുടെ ഔദ്യോഗികമായ ഭാഷ്യമായി തെരഞ്ഞെടുത്തിരുന്ന കാലഘട്ടത്തിൽ സൂര്യനാണ് കേന്ദ്രമെന്ന്, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് തന്നെ കോപ്പർനിക്കസ് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഗവേഷണമായിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന ഗവേഷണ ഫലമായിരുന്നു അത്. ആ ഫലം പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം അദ്ദേഹം ശക്തമായി വിമർശിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ശാസ്ത്ര ലോകത്ത്, ഇൻക്വിസിഷൻ കോടതികളുടെ ലോകത്ത് പിന്നീട് കറുത്ത അധ്യായപാട് നമ്മൾക്ക് നിരവധി കാണാൻ കഴിയുന്നത്. AD 1593 കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം അഥവാ സൂര്യൻ ആണ് കേന്ദ്രമെന്ന സിദ്ധാന്തം പ്രചരിപ്പിച്ച ഗ്യാനാഡോ ബ്രൂണോ ജീവനോടെ ദഹിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ബ്രൂണോ എന്ന് പറയുന്ന വ്യക്തി ശാസ്ത്ര ചരിത്രത്തിലെ ഇൻക്വിസിഷൻ കോടതികളുടെ ചരിത്രത്തിലെ രക്തസാക്ഷിയായി അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കിയതിന് കാരണം കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം അഥവാ സൂര്യനാണ് കേന്ദ്രം എന്നുള്ള സിദ്ധാന്തം പ്രചരിപ്പിച്ചു എന്ന കാരണം. അങ്ങനെ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം വായിച്ചു. ഈ കുറ്റപത്രത്തിൽ താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച്, ആ കോടതിയിൽ വെച്ച് അദ്ദേഹത്തെ ജീവനോടുകൂടി കത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്, ദഹിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഒരു സംഭവങ്ങളിൽ ഒന്നായി ഉദ്ധരിക്കാറുള്ളത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് മതത്തിനെതിരാണ്, വേദപുസ്തകത്തിനെതിരാണ് എന്നതായി. വേദപുസ്തകത്തിനും മതത്തിനും എതിരാണ് താങ്കൾ പറയുന്നത്. അതുകൊണ്ട് താങ്കൾ, അദ്ദേഹം അപ്പോൾ പറഞ്ഞു, ബ്രൂണോ പറഞ്ഞു, ഞാൻ മാറ്റി പറഞ്ഞാലും ഭൂമി ചലിച്ചുകൊണ്ടിരിക്കും, സൂര്യൻ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഞാൻ മാറ്റി പറയാൻ തയ്യാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ പിന്നീട് നമ്മളെല്ലാ ശാസ്ത്ര ചരിത്രത്തിൽ ഗവേഷണാത്മകമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഖഗോളശാസ്ത്രത്തിന്റെ രംഗത്ത്, ഖഗോളശാസ്ത്രം എന്ന് പറഞ്ഞാൽ കോസ്മോളജി എന്ന് പറഞ്ഞാൽ ആകാശഗോളങ്ങളെ കുറിച്ചുള്ള പഠനശാസ്ത്രം, അതിന്റെ രംഗത്ത് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ച ഗലീലിയോ ഗലീലി നമ്മളെല്ലാപ്പോഴും കേൾക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ 1632 അദ്ദേഹത്തിന്റെ ഡയലോഗ് എന്ന പുസ്തകം പുറത്തു വന്നു. ഈ സമയത്ത് അദ്ദേഹം കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു, അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ഈ പുസ്തകത്തിൽ കോപ്പർനിക്കൻ തിയറിയാണ്, അഥവാ സൂര്യനാണ് കേന്ദ്രമെന്നുള്ള സിദ്ധാന്തമാണ് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ ദൂരദർശിനികളിലൂടെ, ടെലസ്കോപ്പുകളിലൂടെ നോക്കി കണ്ടെത്തിയ വേഴത്തിന്റെ ഉപഗ്രഹങ്ങളെ പോലെയുള്ള ഒരുപാട് വസ്തുതകൾ, ആ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല, ഭൂമി സൂര്യന് ചുറ്റുമാണ് ചലിക്കുന്നത്, അതല്ലാതെ സൂര്യൻ ഭൂമിക്ക് ചുറ്റുമല്ല എന്ന് അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് പറഞ്ഞപ്പോ കാരണത്താൽ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു.
അദ്ദേഹം ഒരു കുറച്ചുകൂടി പ്രായോഗികവാദിയായിരുന്നു, ഗലീലിയോ ഗലീലി. അദ്ദേഹത്തോട് പറഞ്ഞു, സൂര്യൻ ചലിക്കുന്നുണ്ടോ, സൂര്യനാണോ അതല്ല ഭൂമിയാണോ ചലിക്കുന്നത്? അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ചലിക്കുന്നു എന്ന് പറഞ്ഞാലും ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഭൂമി ചലിച്ചുകൊണ്ടിരിക്കും, സൂര്യൻ നിൽക്കേണ്ടടുത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും വലിയ കാര്യം എന്റെ ജീവനാണ്. അതുകൊണ്ട് അദ്ദേഹം കാരാഗ്രഹത്തിൽ വെച്ച് മാറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമി ചലിക്കുന്നേ ഇല്ല, നിൽക്കുന്ന സൂര്യനാണ് ചുറ്റും ചുറ്റുന്നത് എന്ന് അദ്ദേഹം മാറ്റി പറഞ്ഞു. അപ്പൊ ഇതാണ് ശാസ്ത്ര ചരിത്രത്തിലെ നിരവധി സംഭവങ്ങൾ. ഇതേപോലെ തന്നെ 1621 കെപ്ലറുടെ ഹാർമണി ഓഫ് ദി വേൾഡ്, എംപ്റ്റംസ് ഓഫ് കോപ്പർനിക്കൻ ആസ്ട്രോണമി തുടങ്ങിയ പുസ്തകങ്ങൾ സൗരകേന്ദ്ര സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നു എന്ന കാരണത്താൽ നിരോധിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ ശാസ്ത്ര ലോകത്ത് ഈ നമ്മൾ കാണുന്ന മധ്യകാലഘട്ടത്തിൽ ശാസ്ത്ര ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായിരുന്ന യൂറോപ്പ്, ആ സമയത്ത് ശാസ്ത്ര ലോകത്ത് ജ്വലിച്ചു നിന്നിരുന്നത് മുസ്ലിം ലോകമായിരുന്നു നമുക്ക് കാണാൻ കഴിയും.